ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയണില്ല, കാരണം ഇവിടെ നല്ല ഇടിയും മഴയും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ചെറിയൊരു ഇതിടാന്ന് വിചാരിച്ചു, ഒരു അനുഭവം. അല്ലാതെ കഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം നാട്ടിൽ പൂരങ്ങളൊക്കെ നടക്കുകയാണ്. വീട്ടിലത്തെ പൂരത്തിന് എനിക്ക് വേണമെങ്കിൽ ഞാൻ പൂരത്തിന് പോവാന്ന് പറഞ്ഞിട്ട് പോവാം. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു ഇതിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കുകയാണ്. പക്ഷേ ഓണം, വിഷു, തിരുവാതിര, പിന്നെ മകരച്ചൊവ്വ, നാടനോത്സവങ്ങൾ, ഇതിനൊന്നും പോവാനുള്ള ഒരു അനുമതി ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളായിട്ട് കാത്തിരിക്കുന്ന അച്ഛൻ, അമ്മ എല്ലാവരും കാത്തിരുന്നിരുന്നു കുട്ടി വരും. ഇപ്പോൾ ഓണത്തിന് പോയി വരുമ്പോൾ ചോദിക്കാൻ എൻ്റെ കുട്ടി ചിങ്ങക്കനി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടത്തിൽ, പിന്നെ തിരുവാതിരയാണ് പിന്നെ വരിക. ചിങ്ങം കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര വരുമല്ലോ. അപ്പം ഈ കുട്ടി തിരുവാതിരയ്ക്ക് വരുള്ളൂ എന്ന് ചോദിച്ചിട്ടൊരു ചോദ്യം. ആ ഓണത്തിന് പോകണമെങ്കിൽ തന്നെ ഒരുപാട് കരഞ്ഞ് പിന്നെ പോണ്ട പറഞ്ഞിട്ട് അത്രയും ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കെഞ്ചിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അതേപോലെ തിരുവാതിരയ്ക്ക് ആ വരവിൽ ചോദിക്കും, ഇനി കുട്ടി തിരുവാതിരയ്ക്കേ ഉള്ളൂ. തിരുവാതിര കഴിഞ്ഞാൽ ചോദിക്കും, ഇനി കുട്ടി വിഷുവിനേ ഉള്ളൂ. ആ ഒരു ചോദ്യം. ഇപ്പം എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം എൻ്റെ വീട്ടിലേക്ക്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളവരൊന്നും പിന്നെ എൻ്റെ ആളുകൾ ആരും ഇല്ല, അച്ഛനില്ല, അമ്മയില്ല. അപ്പോൾ പോകാൻ വലിയ ഇഷ്ടമില്ല. പോകാൻ ഇഷ്ടമില്ല എന്നല്ല, എൻ്റെ വീടാണ്, എനിക്ക് പോവാം. ഏട്ടനുണ്ട്, എപ്പോഴും വരാൻ പറയും. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലയെന്ന് അവർ ചോദിക്കുക. ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ അച്ഛൻ, അമ്മ എന്നുള്ള ഒരു ഇത്, അച്ഛൻ മരിച്ചിട്ട് ഞാൻ പോയത്. കാരണം അമ്മ ഉണ്ടല്ലോ. നമുക്ക് അച്ഛൻ മരിച്ചു കഴിഞ്ഞാലും അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ നമുക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ അച്ഛൻ മരിച്ചപ്പോഴും അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് എപ്പോഴും എല്ലാവർക്കും അമ്മയായിരുന്നു. പിന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരാൾ. കാരണം അമ്മ ഉണ്ടാവുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ബലമായിരുന്നു എല്ലാവർക്കും. അമ്മ പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഉത്സവത്തിനൊക്കെ പോയി. ഓണം, വിഷു, തിരുവാതിരയ്ക്കൊന്നും പോകാറില്ല. അപ്പോൾ അമ്മ ഉള്ളപ്പോൾ അച്ഛനുള്ളപ്പോൾ എനിക്ക് സന്തോഷത്തോടെ പോകാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മ മാത്രമായില്ലേ. പിന്നെ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശേഷം ഞാൻ പോയിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ പറയാം, അന്നത്തെ അങ്ങനെയൊക്കെ അതൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് ഓണം, വിഷു, തിരുവാതിര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. 13 കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുള്ളത്, ഇങ്ങനെ അടക്കി പിടിച്ച ജീവിതത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ പൂരമൊക്കെ വരുമ്പോൾ ഞാൻ പോവുകയാണ്, എനിക്ക് നാളെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ആരും പോകണ്ടെന്ന് പറയില്ല. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ മോനൊക്കെ ചോദിക്കുക, അമ്മ പോകണ്ടേ, നമ്മുടെ വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കുക. അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, നമുക്കിനി തിരിച്ച് കിട്ടില്ല എന്നും. ഒരിക്കലും തിരിച്ച് കിട്ടാത്തതെന്ന് പറഞ്ഞത് ഈ ഒരു സംഭവം മാത്രമാണ് ജീവിതത്തിൽ. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല അവസരങ്ങൾ ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തിരിച്ച് കിട്ടില്ലല്ലോ. ഇപ്പോൾ എത്ര ഫ്രീ ആയിട്ട് പോവുക. പക്ഷേ അപ്പോൾ നമുക്ക് വേണ്ടവരാരും ഇല്ല. അവരൊക്കെ മരിച്ചു പോയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടണത് ഇപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. ആരെങ്കിലും എതിർത്താലും തടഞ്ഞാലും അതൊന്നും അനുസരിക്കാതെ മുന്നിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു ഇത് വേണം. അങ്ങനത്തെ ഇപ്പോൾ ഞങ്ങളെപ്പോലെയൊക്കെ അനുഭവിക്കുന്ന കുട്ടികളിപ്പോൾ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അന്നത്തെ 18 വയസ്സായ കുട്ടികളും അല്ലെങ്കിൽ 20 വയസ്സായ കുട്ടികളും ഇന്നത്തെ 18-20 വയസ്സായ കുട്ടികൾക്ക് കുറച്ചും കൂടി മെച്യൂരിറ്റി ഉണ്ട്. കാരണം അന്ന് ഫോണില്ല. പിന്നെ അന്നത്തെ കാലം അങ്ങനെയാണ്, വലിയൊരു പറഞ്ഞത് മാത്രം കേൾക്കുക, ഒരു എതിർത്ത് സംസാരിക്കാൻ കഴിയാത്തൊരു ആ ഒരു കാലമാണ്. അങ്ങനെയാണ് ആ കാലം. എല്ലാവരും പേടി, ബഹുമാനം, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊന്നും പിന്നെ സ്വന്തം വീട്ടിൽ പോയാൽ എന്താവും എന്നൊക്കെ. കാരണം ഇപ്പോഴും കുട്ടികൾ ഇങ്ങനെ സഹിച്ച് നിന്നിട്ട് പലതും ചെയ്യുന്നുണ്ടില്ല എന്നല്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടിയും കുട്ടികൾക്ക് ബോൾഡായിട്ട് പറയാനുള്ളൊരു ഇതുണ്ട് ഇപ്പോൾ. പല പ്രാവശ്യം കുട്ടികളെ ഞങ്ങൾക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു, അവിടെ വയ്യ പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടേക്കിയതാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും അങ്ങനെ വരില്ല. വീട്ടിൽ വന്ന് ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ വീട്ടിൽ എന്താണെന്നൊന്നും പറയില്ല. അവിടെ വിരുന്ന് അവിടെ അവർ കൊണ്ടേക്കാണെങ്കിൽ തന്നെ കൊണ്ടേക്കിയിട്ട് പിന്നെ അവർ തിരിച്ച് പോരുള്ളൂ. അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ പറയില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അച്ഛനമ്മയുള്ള കാലം അവർക്ക് അവരെ സന്തോഷം. കാരണം അമ്മയ്ക്ക് അച്ഛനൊക്കെ സന്തോഷം ഉണ്ടായിരുന്നത് പൈസയ്ക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഉണ്ടായിരുന്നില്ല. നല്ല ഡ്രസ്സ് വേണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ടെടുത്ത് കൊടുത്ത് അമ്മ പറയുക എന്താണെന്നറിയോ, എന്തിനാ കുട്ടി ഇതൊക്കെ കൊണ്ടത് എന്ന് അമ്മ ചോദിക്കുക.
അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എനിക്ക് അവരെ വേണ്ടത്ര ആ നല്ല കാലത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും അമ്മ മരിക്കണതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് പോകാൻ വയ്യല്ലോ, എനിക്ക് ചൂടൊന്നും സഹിക്കില്ലേ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒന്ന് കരണ്ട് പോയ പിന്നെ ഞാൻ ആകെ ക്ഷീണിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു അമ്മ വയ്യ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ബെഡ്ഷീറ്റുകൾ പിന്നെ തലയണ അതൊക്കെ കൊണ്ടുപോയപ്പോൾ അമ്മ ചോദിച്ചു നമ്മുടെ കുട്ടി എന്തിനാ പൈസ ചിലവാക്കിയെന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സങ്കടം വരും നമുക്ക്, ഓർക്കുമ്പോഴും എല്ലാ കാര്യം കൊണ്ടും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ്. ഇപ്പോൾ പൂരം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ നമ്മുടെ വീട്ടിലത്തെ പൂരമായിരുന്നു കുളപ്പുള്ളിയിൽ. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ മുമ്പൊക്കെ എപ്പോഴും പോയായിരുന്നു, നമ്മുടെ ബന്ധുക്കാരും എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ പോയില്ല. അമ്മ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അമ്മയെ കൂട്ടി പോകണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ മരിക്കുന്നതിൻ്റെ ആ വർഷം ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ടായി. പിന്നെ ആദ്യമായിട്ട് വന്ന ഓർമ്മക്കുറവായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ നിന്നു. നമ്പൂരിമാരും മാത്രമല്ല അങ്ങോട്ട് കയറാറുള്ളൂ. അപ്പോൾ അവർ നിന്നിട്ട് ഞാൻ അമ്മേനോട് പിടിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല അമ്മ അവിടെ ഒന്നോട്ടെ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഓർമ്മ കഴിഞ്ഞിട്ടല്ലായിരുന്നു. അമ്മ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. എന്നിട്ട് അവരെന്നെ അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ കസേര ഇട്ട് കൊടുത്തു, നമ്മൾ ഇവിടെ ഇരുന്നോളും പറഞ്ഞിട്ട്. അവിടെ ഉള്ളവരൊക്കെ അറിയണതല്ലായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞങ്ങളെ കയ്യിലേക്ക് പായസം കൊണ്ടുവന്ന് അതൊക്കെ അമ്മേനെ അവിടെ നിന്ന് കഴിപ്പിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടേക്ക്. അവസാനമായിട്ട് എൻ്റെ കൂടെ വന്നത് അവിടേക്ക് മാത്രമാണ്. പിന്നെയുള്ള അമ്പലങ്ങൾക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് എനിക്ക് വയ്യ. എനിക്ക് വെയിൽ തട്ടുമ്പോൾ അപ്പോൾ ഞാൻ ക്ഷീണിച്ച് കുഴഞ്ഞു വിടലുണ്ട്. ഒരു പച്ചക്കറി വാങ്ങാൻ പഠിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ച് വെയിലത്ത് നിന്നതാണ് ഒരു പ്രാവശ്യം. ഇത് മനസ്സിലായില്ല എന്താണ്. പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ബ്ലഡ് കുറയാണ് വെയിൽ കൊള്ളുമ്പോൾ, അപ്പോൾ വെയിലത്ത് പോകുമ്പോൾ നോക്കണം പറഞ്ഞു. നമ്മുടെ കാര്യത്തിൽ ഒരുപാട് വിഷമിച്ചില്ല. നമ്മത് കാണണ്ടല്ലോ വെച്ചിട്ട് കുറേ പോവാതെ ഇരുന്നിട്ടുണ്ട്. കാരണം ഏട്ടൻ്റെ വീട് പണി നടക്കുകയായിരുന്നു. ഏട്ടൻ പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടായിരുന്ന തറവാട് പൊളിച്ചിട്ട് വീട് പണി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഇത് കാണാൻ വേണ്ടി പോയതാണ്. തൊട്ടടുത്ത് തന്നെയാണ്. അവർ വേറെ ഒരു വീടെടുത്തിട്ട് താമസിക്കുകയായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചു വെയിൽ കൊണ്ടിട്ട്. അത് കുഴഞ്ഞ് വയ്യാതെ ഈ അമ്മ ഒരുപാട് കരഞ്ഞിട്ട് കുട്ടിക്ക് എന്താണെന്ന് വെച്ചിട്ട് ഇനി മാറിയില്ലോ വെച്ചിട്ട് അമ്മ എത്രയും വഴിപാടാണ് വെച്ചെന്ന് അറിയോ. കുറേ നിന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ല. അങ്ങനെ ഇനി ആ ഒരാൾ ഇപ്പം ഉണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കൊടുത്ത് നിർത്തണമെന്നും എൻ്റെ കൂടെ നിർത്തണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് മുമ്പ് എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഈ അസുഖം കാരണം ഇങ്ങനെ കണ്ടാലല്ല തോന്നുക. വെയിലുള്ള അമ്മയ്ക്കില്ല, ഒരാളെ പിടിച്ചൊന്നും നടക്കാൻ വയ്യില്ല, ക്ഷീണിക്കും. എന്നാലും അമ്മേനെ കുറച്ച് ദിവസം ഇവിടെ കൊടുത്ത് നിർത്തി. എൻ്റെ അപ്പോൾ അമ്മ വീട്ടിൽ പോകണം പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞിട്ട് ഏട്ടനെ കാണാമെന്നേ പറയുള്ളൂ. എത്ര എന്തായാലും എനിക്ക് എൻ്റെ കുട്ടിയടുത്തേക്ക് പോകണം എന്താ പറയുക. ഇവിടെ വരും ഇട് എനിക്കിപ്പോൾ പോകണം പറയുന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. വന്നിട്ടും കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുള്ളൂ, എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും രക്ഷിതാക്കളേനെയും നമുക്ക് കഴിയുന്ന പോലെ അവർക്കൊന്നും കൊടുക്കുകയല്ല വേണ്ടത്. അവരെ സന്തോഷിക്കുക. അവർക്ക് എന്താ സന്തോഷിച്ചാൽ അത് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ചെറിയ വീഡിയോ ഇടുന്നു. ഇന്നലെ ഇട്ട വീഡിയോ തന്നെ ഒരു ലോങ് വീഡിയോ ആയിപ്പോയി, ഒരുപാട് സമയമായി. അതുകൊണ്ട് ഇന്നൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ അല്ല, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ ഇതായിട്ട് ഞാൻ വരണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു അനുഭവം, മറ്റുള്ളവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് വിഷമിച്ചിരിക്കാനുള്ള ഒരവസ്ഥ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ.